അവിടുന്ന് പരിപൂർണനായിരുന്നു. അവിടുത്തെ ശരീരത്തിൽ ഒരു കോട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും രൂപത്തിൽ ജനങ്ങൾക്ക് വെറുപ്പുള്ള ഏതെങ്കിലും ഒരു രൂപമോ ഒരു നിറമോ അവിടുത്തെ ശരീരത്തിനില്ല. ആ നിലക്കുള്ള ഒരു സ്വഭാവമില്ല. അതല്ലേ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നോക്കിക്കൊണ്ട് പാടിയില്ലേ, വ അജ്മലു മിൻക ലം തറഖത്തു ഐനി വ അക്റമു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നോക്കിക്കൊണ്ട് അതാ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അങ്ങയേക്കാൾ സുന്ദരനായ ഒരാളെയും ഈ കണ്ണ് കണ്ടിട്ടില്ല. എല്ലാ സൗന്ദര്യങ്ങളും ഒത്തിണങ്ങിയ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അങ്ങയേക്കാൾ ഉദാരനായ ശ്രേഷ്ഠവാനായ ഒരാളെയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. അങ്ങേക്ക് ഒരു ന്യൂനതയുമില്ല, ശരീരത്തിൽ ഒരു തകരാറുമില്ല. സ്വഭാവമാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് ഏറ്റവും മഹത്തായ സ്വഭാവ ഗുണമുള്ളയാളാണ്. ആ സ്വഭാവം മുഴുവൻ ഖുർആൻ പറഞ്ഞ സ്വഭാവങ്ങളാണ്. അതുകൊണ്ടല്ലേ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ആളുകൾ പോയി ചോദിച്ചില്ലേ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവങ്ങൾ എന്തായിരുന്നു, അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നൽകിയ മറുപടി, വകാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. അഥവാ ഖുർആനിൽ പറഞ്ഞ എല്ലാ സൽഗുണങ്ങളും ഒത്തിണങ്ങിയ നേതാവായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒരു അനുഗ്രഹമാണ് നാളെ പരലോകത്ത് അവിടുത്തെ കൈ കൊണ്ട് അവിടുന്ന് മുക്കിക്കൊടുക്കുന്ന ഒരു സുന്ദരമായ തടാകമുണ്ട്, ഒരു ജലാശയമുണ്ട്. അതാണ് ഹദീസുകളിൽ പറയപ്പെട്ട ഹൗദുൽ കൗസർ. എന്താണ് ഹൗദുൽ കൗസറിന്റെ മഹാത്മ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ഹൗദി മസീറത്തു ശഹരിൻ വസവായാഹു സവാഉൻ വമാഉഹു അബിയദു മിനൽ വരിഖി വരീഹുഹു അത്യബു മിനൽ മിസ്കി വകീസാനുഹു കനുജൂമിസ് സമാ ഫമൻ ശരിബ മിൻഹു ഫലാ യളമഉ ബഅദഹു അബദാ. എനിക്കതാ നാളെ മഹ്ശറിൽ ഒരുക്കിയിട്ടുള്ള അതാ എനിക്ക് നേതൃത്വം കിട്ടാൻ പോകുന്ന എൻ്റെ ഹൗദ്, അതൊരു മാസത്തെ വഴിദൂരം നടന്നാലും എത്താത്ത അത്രത്തോളം വിശാലമായ ജലാശയമാണ്. വസവായാഹു സവാഉൻ, അതിൻ്റെ കോണുകളൊക്കെ സമമാണ്. അപ്പൊ സമചതുരത്തിലുള്ള നീണ്ടു നിരന്ന് കിടക്കുന്ന ഒരു ജലാശയമാണ് ഹൗദുൽ കൗസർ. അതിലെ ജലം അബിയദു മിനൽ വരിഖി, അതാ വെള്ളിയേക്കാൾ വെള്ളയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് അശദ്ദു ബയാദം മിനൽ ലബനി, തേനിലേക്കാൾ വെളുപ്പുള്ളതാണ്. വഹിലാ മിനൽ അസലി, തേനിനെ പാലിനേക്കാൾ വെളുപ്പുള്ളതാണ്. അതുപോലെ തന്നെ തേനിനേക്കാൾ മാധുര്യമുള്ളതാണ്. അതുപോലെ തന്നെ വരീഹുഹു അത്യബു മിനൽ മിസ്കി, അതിന്റെ സുഗന്ധം കസ്തൂരിയേക്കാളതാ മികച്ചു നിൽക്കുന്ന സുഗന്ധമാണ്. അതിൽ നിന്ന് മുക്കി കുടിക്കാൻ കൂജകളുണ്ട്, കോപ്പകളുണ്ട്. അതിന്റെ എണ്ണം എത്രയാണ്? വകീസാനുഹു കനുജൂമിസ് സമാ, ആകാശലോകത്ത് നമ്മൾ അതാ മിന്നിമറയുന്ന നക്ഷത്രങ്ങളെ കാണുന്നില്ലേ? ആ നക്ഷത്രങ്ങൾ നമുക്ക് എണ്ണാനാകുമോ? അങ്ങനെ എണ്ണാനാകാത്ത നക്ഷത്ര സമാനമായ കോപ്പകളും കൂജകളുമാണ് ഹൗദിലുള്ളത്. ഫമൻ ശരിബ മിൻഹു, ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാൽ ഫലാ യളമഉ ബഅദഹു അബദാ, അവന് പിന്നെ ഒരിക്കലും ദാഹമില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതാ നാളെ മഹ്ശറിൽ ഒരുക്കി വെച്ചിട്ടുള്ള അവിടുന്ന് അതാ പകർന്നു കൊടുക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ജലാശയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇനി നിങ്ങൾ കേട്ടോളൂ, ആ ജലാശയത്തിന്റെ അരികിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആളുകൾക്ക് മുഅ്മിനുകൾക്ക് ഈ ജലാശയത്തിൽ നിന്ന് വെള്ളം പകർന്നു കൊടുക്കുമ്പോ, ഇന്നി അലൽ ഹൗദി അൻതളിറു മൻ യരിദു അലയ്യ മിൻകും,
നിങ്ങളിൽ നിന്ന് എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നവരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ജലാശയത്തിന്റെ സമീപത്ത് കാത്തു നിൽക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മഹ്ശറിൽ വിശ്വാസികൾക്ക് കുടിക്കാൻ കൊടുക്കാൻ വേണ്ടിയതാ ആ ജലം പകർന്നു കൊടുക്കാൻ വേണ്ടി ഹൗലിന്റെ സമീപത്ത് കാത്തു നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ നേതാവ് പറയുന്നു, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലയുഖ്തതഅന്ന ദൂനി റിജാലുൻ, ചില ആളുകൾ എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ എത്തുമ്പോ അതാ വഴിമുറിക്കപ്പെടുന്നു. അവരെൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കിട്ടാൻ അവർക്ക് സാധ്യമാകുന്നില്ല. അവരെൻ്റെ അടുത്തേക്ക് വരാൻ നോക്കുമ്പോ അവരതാ എൻ്റെ സമീപത്തേക്ക് അടുക്കാനാകാതെ വഴിമുറിഞ്ഞു പോവുകയാണ്. ആ അവസരത്തിൽ ഞാൻ പറഞ്ഞു നോക്കും, ഐ റബ്ബി മിന്നി വമിൻ ഉമ്മത്തി, എൻ്റെ റബ്ബേ, എൻ്റെ സമുദായത്തിൽപ്പെട്ടവരാണല്ലോ അവർ, എന്നിൽപ്പെട്ട ആളുകളാണല്ലോ, ഞാൻ അവർക്ക് വെള്ളം കൊടുത്തോട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഫയഖൂലു, അപ്പോൾ മറുപടി എന്താ കിട്ടുന്നതെന്നോ, ഇന്നക ലാ തദ്രി മാ അമിലു ബഅദക മാ സാലു യർജിഊന അലാ ഇഖാബിഹിം, ഇന്നക ലാ തദ്രി, ഓ നബിയേ, താങ്കൾക്കറിയില്ല, മാ അമിലു ബഅദക, അങ്ങയുടെ ശേഷം എന്താണ് അവർ പ്രവർത്തിച്ചതെന്ന്, മാ സാലു യർജിഊന അലാ ഇഖാബിഹിം, അങ്ങയുടെ ശേഷം അങ്ങ് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടിക്കൊണ്ട് അങ്ങ് പഠിപ്പിച്ച ദീനിൽ നിന്ന് മടങ്ങിപ്പോയവരാണവർ. അങ്ങ് പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് പിരിഞ്ഞുപോയി മടങ്ങിപ്പോയവരാണവർ. അതുകൊണ്ടവർക്ക് കുടിക്കാൻ കൊടുത്തുകൂടാ. അവർക്കതാ ആ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാനുള്ള അനുവാദം കിട്ടാതെ മടക്കി അയക്കപ്പെടുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും, സുഹ്ഖൻ സുഹ്ഖാ, നിങ്ങൾ ദൂരത്തേക്ക് മാറിക്കോ, എൻ്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഏതാനും ആളുകളെ കൂട്ടത്തോടെ ആ ഹൗലിന്റെ സമീപത്തിൽ നിന്ന് അതാ ഒട്ടകത്തെ ആട്ടിയോടിക്കപ്പെടും പോലെ ആട്ടിയോടിക്കുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ, എന്തേ ഇങ്ങനെ തടയപ്പെടാൻ കാരണം? നിങ്ങൾ ചിന്തിച്ചോ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ നിന്ന് ഈ ജലപാനത്തിന് അവസരം കിട്ടാതെ ചില ആളുകൾ തടയപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? എന്തേ അവർ തടയപ്പെടാൻ കാരണം? അങ്ങനെ അവർ തടയപ്പെടാനുണ്ടായ കാരണം നമ്മൾ അറിയേണ്ടതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഹദീസിൽ പറഞ്ഞതെന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം അവരെന്തൊക്കെയാണ് പുതിയതുണ്ടാക്കിയത് എന്ന് തബിതങ്ങൾക്ക് പോലും അറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും വാദങ്ങളും സമ്പ്രദായങ്ങളുമൊക്കെ ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന സുന്ദരമായ ആ വഴിത്താരയിൽ നിന്ന് മടങ്ങിപ്പോക്ക് നടത്തി ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കിയ തരത്തിലുള്ള കക്ഷികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, എന്തായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് പഠിപ്പിച്ച പാത? അവിടുന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ച ഏറ്റവും വലിയ പ്രഖ്യാപനം എന്തായിരുന്നു? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഓ നബിയേ, പറയൂ, പ്രഖ്യാപിക്കൂ നബിയേ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിക്കുകയുള്ളൂ, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുന്നതല്ല, അവനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുന്നതല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അതാ പ്രഖ്യാപിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു. ആ പ്രഖ്യാപനത്തിലടങ്ങിയ ആശയമായിരുന്നു ഈ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ആദ്യമായും പ്രധാനമായും ലോകത്തിന്റെ മുമ്പാകെ പറഞ്ഞത് ഇന്നമാ അദ്ഉ റബ്ബി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ റസൂലുള്ളാഹിയോട് അല്ലാഹു പ്രഖ്യാപിക്കാൻ ഏൽപ്പിച്ചതാണ്. പറയണം നബിയേ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിക്കുകയുള്ളൂ, എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുന്നതല്ല. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ റബ്ബിൽ പങ്കുചേർക്കൽ?
റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ റബ്ബിൽ പങ്കുചേർക്കലായി. റബ്ബല്ലാത്തവരെ വിളിച്ച് തേടിയാൽ റബ്ബിനെ പങ്കുചേർക്കലായി. ആ റബ്ബിൽ നാം പങ്കുചേർക്കലായി. എങ്ങനെയാണ് ആ പങ്കുചേർക്കൽ വരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ ഒരു പ്രതീക്ഷ എന്താണ്? എൻ്റെ റബ്ബിനെ ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും എൻ്റെ റബ്ബ് എല്ലാം കേൾക്കുന്നവനാണ്. എൻ്റെ റബ്ബ് ഞാൻ എവിടെയാണെങ്കിലും എന്നെ കാണുന്നവനാണ്. എൻ്റെ റബ്ബ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്നവനാണ്. എനിക്ക് ഏത് പ്രതിസന്ധി ഉണ്ടായാലും എന്നെ സഹായിക്കാനും എന്നെ രക്ഷിക്കാനും കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. അതേ, സത്യവിശ്വാസികൾ മുഴുവൻ അത് വിശ്വസിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ സമീആണ്, ബസീറാണ്, അലീമാണ്, അവൻ ഖദീറാണ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ റബ്ബിനെ കുറിച്ച് മാത്രമേ നമുക്ക് ആ വിശ്വാസമുള്ളൂ. ലോകത്ത് എത്ര തന്നെ മഹാന്മാരുണ്ടാകട്ടെ, ഒരൊറ്റ മഹാന്മാരെ സംബന്ധിച്ചും ഏതെങ്കിലും മഹദികളെ സംബന്ധിച്ചും അല്ല കാണും പോലെ കാണുന്നവരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അല്ല കേൾക്കും പോലെ കേൾക്കുന്നവരുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അല്ല അറിയും പോലെ അറിയുന്നവരുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അല്ലാഹുവിന് കഴിവുള്ളതുപോലെ കഴിവുള്ള ഒരാളും ലോകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ രൂപത്തിലുള്ള അവന്റെ വിശേഷങ്ങളെയും അതിൻ്റെ പരിപൂർണമായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ റബ്ബിനോട് തേടുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ ഭക്തിയാണ്, നമ്മുടെ മനസ്സിൽ വലിയ പ്രതീക്ഷയാണ്. എൻ്റെ റബ്ബ് എന്നെ കൈവടിയുകയില്ല, എൻ്റെ റബ്ബ് എന്നെ നശിപ്പിക്കുകയില്ല, എൻ്റെ റബ്ബ് എന്നെ സഹായിക്കും. ആ ബോധത്തോടു കൂടിയല്ലേ പ്രിയപ്പെട്ടവരെ റബ്ബിനോട് നാം തേടിക്കൊണ്ടിരിക്കുന്നത്. ആ റബ്ബിൽ പങ്കുചേർക്കൽ വരുന്നത് എപ്പോഴാണ്? അതേ രൂപത്തിൽ തന്നെ റബ്ബ് കേൾക്കും പോലെ കേൾക്കുന്നവരുണ്ടെന്ന് വിശ്വസിക്കുമ്പോ, റബ്ബ് കാണുന്നത് പോലെ കാണുന്നവരുണ്ടെന്ന് വിശ്വസിക്കുമ്പോ, റബ്ബ് കേൾക്കുന്നത് പോലെ കേൾക്കുന്നവരുണ്ടെന്ന് വിശ്വസിക്കുമ്പോ, റബ്ബ് അറിയുന്നത് പോലെ അറിയുന്നവരുണ്ടെന്ന് വിശ്വസിക്കുമ്പോ, അതല്ലേ ഇന്ന് അല്ലാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ വിശ്വാസം എന്താണ്? നിങ്ങൾ എന്തിനാണ് ഇന്ന മഹാനെ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇന്ന വ്യക്തിയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യനോട് ചോദിച്ചു നോക്കിയാൽ അയാൾ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ആവശ്യം എന്താണെന്ന്, ഞാൻ ആരോടാണോ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഞാൻ ആരെയാണോ വിളിച്ചു ദുആ ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് കേൾക്കാനാകും, ആ വ്യക്തിക്ക് കാണാനാകും, ആ വ്യക്തിക്ക് എൻ്റെ മനസ്സിലെ വിചാര വികാരങ്ങൾ പോലും അറിയാൻ സാധിക്കും, അങ്ങനെ എന്നെ സഹായിക്കാൻ സാധിക്കും എന്ന നിലക്ക് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവിടുത്തെ കുറിച്ച് പോലും പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത മഹത്വമത ലോകത്തുള്ള പലരുടെയും പേരിൽ വിശ്വസിക്കുന്നു, അവരെ കുറിച്ച് അങ്ങനെ പ്രചരിപ്പിക്കുന്നു. അല്ല കാണും പോലെ അതാ അള്ളാഹുവിന്റെ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം സ്ഥലം അവന് പ്രശ്നമല്ല, കാലം അവന് പ്രശ്നമല്ല, അതുപോലെ തന്നെ കേൾവിക്ക് പ്രശ്നമല്ല. മനുഷ്യരുടെ കാഴ്ചക്ക് പരിധിയുണ്ട്, മനുഷ്യന്റെ കേൾവിക്ക് പരിധിയുണ്ട്, മനുഷ്യരുടെ കഴിവുകൾക്ക് പരിധിയുണ്ട്. എന്നാൽ റബ്ബുൽ ആലമീനിന്റെ കഴിവുകൾക്ക് അറ്റമില്ലല്ലോ, പരിധിയില്ലല്ലോ, പരിമിതികളില്ലല്ലോ. ആ അർത്ഥത്തിലതാ ഒരു പരിധിയും പരിമിതിയും ഇല്ലാതെ ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും, അതാ ശൈഖ് ജീലാനിയെ വിളിച്ചാലും ആരെ വിളിച്ചാലും അവർ നമ്മെ കാണുകയാണ്, അവർ നമ്മുടെ വിളി കേൾക്കുകയാണ്, നമ്മെ സഹായിക്കുകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു, പലരോടും വിളിച്ചുകൊണ്ട് അതാ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സമുദായത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ വഴികേട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരമപ്രധാനമായ ഈ ശുദ്ധമായ പാതയിൽ നിന്നുള്ള വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ അപകടകരമായ വശം റബ്ബിന് സമർപ്പിക്കേണ്ടുന്ന ആരാധനകൾ, റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ടുന്ന ദുആകൾ, റബ്ബിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കേണ്ടുന്ന ഇബാദത്തിന്റെ എല്ലാ അംശങ്ങളിൽ പലതും പലരുടെയും മുമ്പിൽ സമർപ്പിക്കുന്ന, പലരോടും പോയി സങ്കടം പറയുന്ന, പലരുടെയും മുമ്പിൽ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, അവരുടെ പ്രീതി കിട്ടാൻ വേണ്ടി മൃഗങ്ങളെയും ഉരുക്കളെയും ഒക്കെ ബലിയർപ്പിക്കുന്ന, അവരുടെ പ്രീതി കിട്ടാൻ വേണ്ടി അവരിൽ നിന്ന് രോഗശമനം പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് സമൂഹം അങ്ങനെ വഴിമാറി തുടങ്ങി.
അങ്ങനെ സമൂഹം വഴിമാറിയപ്പോൾ അതാ അവരതിന് പല രൂപത്തിലുള്ള പ്രവൃത്തികളും ചെയ്യാൻ തുടങ്ങി. ആളുകളെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അതിന് വേണ്ട കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാതക്കപ്പുറത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അതാ അവിടുന്ന് ഒരുപാട് സഹാബിമാർ അവിടുത്തെ ജീവിതകാലത്ത് തന്നെ വഫാത്തായിട്ടുണ്ടല്ലോ. ഒരിക്കലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏതെങ്കിലും ഒരു സഹാബിയുടെ വഫാത്തിന്റെ ദിവസത്തിൽ ആ ഖബറടക്കം കഴിഞ്ഞിട്ട് ആ ഖബർ കെട്ടി ഉയർത്തിയിട്ടില്ലല്ലോ, അതിന്മേൽ കുമ്മായം പൂശിയിട്ടില്ല, അതിനെ ആദരിച്ചുകൊണ്ട് വസ്ത്രം മൂടിയിട്ടില്ല, അവിടെ എണ്ണയൊഴിച്ചോ അല്ലാതെയോ വിളക്ക് കൊളുത്തിയിട്ടില്ല, അവിടെ നേർച്ചകളും വഴിപാടുകളും വന്നു വീഴാനുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു നേർച്ചപ്പെട്ടിയും അവിടുന്ന് സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണെന്ന പേരും പറഞ്ഞുകൊണ്ട് നാടിന്റെ മൊക്കുമൂലകളിലതാ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നു, അതിന്മേൽ കുമ്മായം അടിക്കുന്നു, പെയിന്റ് അടിക്കുന്നു, അതുപോലെ തന്നെ സുഗന്ധം പൂശുന്നു, അതിന്മേൽ വസ്ത്രം കൊണ്ട് മൂടുന്നു, നേർച്ചപ്പെട്ടികൾ സ്ഥാപിക്കുന്നു, ആ ഖബറുകളെ തൊടുന്നു, മുത്തുന്നു, തലോടുന്നു, ബർക്കത്ത് തേടുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ സമീപത്തേക്ക് പോലും ഒരാൾക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ആ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെയും ഖബറെങ്കിലും ഒരാൾക്ക് കാണാൻ അവസരം കിട്ടിയെങ്കിൽ ആ ഖബർ പോലും തൊടാൻ പാടില്ലെന്നല്ലേ, മുത്താൻ പാടില്ലെന്നല്ലേ ഇസ്ലാമിക നിയമമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരി എല്ലാവരും എഴുതിവെച്ച യാഥാർത്ഥ്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ പോലും തൊടാനോ മുത്താനോ ചുംബിക്കാനോ തടവാനോ അനുവാദമില്ലാതായത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിൽ എന്നത് പുറത്താണ്. ഒരു ഖബറും തൊടാൻ പാടില്ല, മുത്താൻ പാടില്ല, ചുംബിക്കാൻ പാടില്ല, ഒരു ഖബറെങ്കിലും വിളക്ക് കൊളുത്താൻ പാടില്ല, ഒരു ഖബറും പട്ടുകൊണ്ടോ മറ്റു വസ്ത്രം കൊണ്ടോ മൂടിക്കൂടാ, ഒരു ഖബറിന്റെ സമീപത്ത് പോയിട്ടും അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ, അവരോട് സങ്കടം പറഞ്ഞുകൂടാ. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സത്യത്തിന്റെ പാതയിൽ നിന്ന് അതൊക്കെയും പുറത്താണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നാളെ അല്ലാഹുവിന്റെ റസൂലിനതാ അല്ലാഹു അനുഗ്രഹമായി കൊണ്ടവിടെ നേതൃത്വം നൽകാൻ വലിയ അവസരം നൽകപ്പെടുന്ന ആ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ അവസരം കിട്ടാത്തവരെ പറ്റി പറഞ്ഞത്, നബിയേ അങ്ങേക്കറിഞ്ഞുകൂടെ നബിയേ, അങ്ങയുടെ ശേഷം അവരെന്തൊക്കെയാണ് പുതിയത് കടത്തിക്കൂട്ടിയതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്തതാണ് ഉറൂസുകൾ, അവിടുത്തേക്ക് പരിചയമില്ല, ചന്ദനക്കുടങ്ങൾ അവിടുത്തേക്ക് പരിചയമില്ല, ആ രൂപത്തിലുള്ള ഒരു സംവിധാനങ്ങളും അവിടുത്തേക്ക് പരിചയമില്ല. അവിടുന്ന് ഒരു ഖബറിന്റെ സമീപത്തും പെട്ടിവെച്ച് പണം പിരിച്ചിട്ടില്ല, ഒരു ഖബറും ഉത്സവ സ്ഥലമാക്കിയിട്ടില്ല, ഒരു ഖബറും ആഘോഷ സ്ഥലമാക്കിയിട്ടില്ല. രോഗം വന്ന മനുഷ്യന്മാരോട്, സഹാബിമാരെ നിങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങൾ എൻ്റെ ഖബറിനെയോ മറ്റേതെങ്കിലും ഖബറിനെയോ സമീപിച്ചോളൂ എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. അത് സഹാബത്തും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു രോഗശമനത്തിന് വേണ്ടിയും ഒരു സഹാബിയും റസൂലുള്ളാഹിന്റെ ഖബറിടം തേടിപ്പോയിട്ടില്ല, അമ്പിയാക്കളുടെ ഖബറിടം തേടിപ്പോയിട്ടില്ല. സഹാബിമാരിൽ തന്നെ വലിയ നേതാക്കളല്ലേ ബദരീങ്ങൾ, വലിയ നേതാക്കളല്ലേ ഉഹദീങ്ങൾ, വലിയ വലിയ നേതാക്കൾ കഴിഞ്ഞു പോയില്ലേ? അവരുടെ ആരുടെയും ഖബറുകൾ ഒരൊറ്റ സഹാബിയും കെട്ടിപ്പടുത്തില്ലല്ലോ, അവ കെട്ടി ഉയർത്തിയില്ലല്ലോ, അതിൻ്റെ മേൽ പട്ടുമൂടിയില്ലല്ലോ, അവിടെ വിളക്ക് കത്തിച്ചില്ലല്ലോ, അവിടെ തൊടുകയോ ചുംബിക്കുകയോ തലോടുകയോ ചെയ്തിട്ടില്ലല്ലോ, അവരെ വിളിച്ചുകൊണ്ട് സങ്കടവും പറഞ്ഞിട്ടില്ലല്ലോ. മറിച്ച് അവരൊക്കെ ഖബറിങ്ങൾ ചെന്നാൽ എന്താണ് ചെയ്യാറുള്ളത്? അതാ ഖബറാളികൾക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ അൻതും സലഫുനാ വനഹ്നു ബിൽ അസർ എന്ന് തുടങ്ങി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തനുസരിച്ച് ഖബറാളികൾക്ക് വേണ്ടി
അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ, ഖബറാളികളോട് പ്രാർത്ഥിക്കുന്ന ഒരു സിയാറത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലില്ല. റസൂലുള്ളാഹിന്റെ മഹത്വം വിശ്വസിക്കുന്ന മുസ്ലിമുണ്ടോ? റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന മുസ്ലിമുണ്ടോ? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബഹുമാനമുണ്ടെങ്കിൽ, അവിടുത്തോട് സ്നേഹമുണ്ടെങ്കിൽ, അവിടുത്തോട് ആദരവുണ്ടെങ്കിൽ, അവിടുന്ന് പഠിപ്പിച്ച സിയാറത്തിനെതിരായി ഇന്ന് നടക്കുന്ന സിയാറത്ത് ടൂറുകൾ, ഇന്ന് നടക്കുന്ന ഉത്സവങ്ങൾ, ഇന്ന് നടക്കുന്ന ഉറൂസുകൾ, ഇന്ന് നടക്കുന്ന ചന്ദനക്കുടങ്ങൾ, ഇന്ന് നടക്കുന്ന ബുർദ ആസ്വാദന മജ്ലിസുകൾ, അങ്ങനെ എന്തെല്ലാം നബി തങ്ങൾക്ക് പരിചയമില്ലാത്തവരിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ?